നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. പ്രധാന വാർത്തകൾ. ാമത് മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് ഉജ്ജ്വല തുടക്കം. രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനം ഒടുക്കത്തിന്റെ തുടക്കമാണെന്ന് ആർ ബാലകൃഷ്ണപിള്ള. ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ തിരുനക്കര തന്നെ, കാവാലത്തുകാർ കഷ്ടത്തിൽ. വിശദമായ വാർത്തകൾ. 137ാമത് മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് ഉജ്ജ്വല തുടക്കം. 2 ദിവസങ്ങളിലായി ചങ്ങനാശ്ശേരി പെരുന്ന മന്നം നഗറിലാണ് ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 1ാം ദിവസമായ ബുധനാഴ്ച മന്നം സമാധിയിൽ പുഷ്പാർച്ചനയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് നടന്ന അഖില കേരള നായർ പ്രതിനിധി സമ്മേളനം NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു. സർവീസ് സൊസൈറ്റി സമുദായാചാരന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്നത് വച്ച് ഇങ്ങനെ കൊട്ടിഘോഷിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്കൂളോ ഒരു കോളേജോ ഉണ്ടാക്കാനോ ഏതെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടാക്കാനോ പോലും നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിന് അദ്ദേഹത്തിന്റെ കാലശേഷം നടന്നിട്ടില്ല, സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രചരണം ഒരു വഴിക്കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചെങ്കിലും അങ്ങനല്ല. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് നാം എല്ലാം ഈശ്വരത്തിലും ആരാധിക്കുന്ന സമുദായാചാരന്റെ പ്രവർത്തനങ്ങളെ നിഷേധിക്കുന്ന ഒരു തരമായിപ്പോയെങ്കിലോ എന്ന് ഭയന്നാണ് അതിന് മറുപടി പറയാതിരുന്നിട്ടുള്ളത്. നമുക്ക് ഇന്ന് 158 സ്കൂളുകളാണുള്ളത്. വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ആ മാറ്റം നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വം അതേപടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ 34 ഹയർ സെക്കൻഡറി സ്കൂളുകൾ നമുക്ക് അർഹമായത് നമ്മൾ വാങ്ങിയെടുത്തു. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ സ്വകാര്യ മേഖലയിൽ എത്ര പൈസ സംഭാവന കൊടുക്കണം എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരൊറ്റ സ്കൂളിലെങ്കിലും ഒരു പൈസയെങ്കിലും സംഭാവന വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിരലുമടക്കാൻ തയ്യാറാണ്. NSS പ്രസിഡന്റ് PN നരേന്ദ്രനാഥൻ നായർ അധ്യക്ഷത വഹിച്ചു. ശതാബ്ദി വർഷാചരണ വേളയിൽ നായർ സർവീസ് സൊസൈറ്റി വിപുലമായ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകിയത് ആചാര്യ ദർശനത്തെ ഉൾക്കൊണ്ടാണ്. മാനവരാശിയുടെ നന്മയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവച്ച സമുദായാചാര്യന്റെ പ്രവർത്തനങ്ങൾ എന്നും മാതൃകാപരമാണ്. നരസേവയെ നാരായണ സേവയാക്കിയ കർമ്മയോഗിയായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് G. സുകുമാരൻ നായർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതത്തെ പുതിയ തലമുറകൾ പഠന വിഷയമാക്കണം. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനം ഒടുക്കത്തിന്റെ തുടക്കമാണെന്ന് ആർ ബാലകൃഷ്ണപിള്ള. വസന്ത എന്നതിന് തങ്ങളുടെ നാട്ടിൽ കോഴിദീനത്തിനെയാണ് പറയുന്നത്. 2014 കോൺഗ്രസിന്റെ വസന്തകാലമാണെന്ന് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പ്രസ്താവന നടത്തിയതിനോട് പ്രതികരിക്കുകയായിരുന്നു ബാലകൃഷ്ണപിള്ള. വസന്തം എന്ന് പറഞ്ഞാൽ കോഴിദീനമെന്നാണ് ഞങ്ങളുടെ നാട്ടിലെ വസന്ത പിടിച്ച കാലഘട്ടത്തിൽ വസന്ത പിടിച്ച കാലമായിരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഒടുക്കത്തിന്റെ തുടക്കമാണെന്ന് പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പോ KM മാണിയുടെ വകുപ്പോ എടുക്കാനുള്ള തന്റെ ഇടം ഉമ്മൻചാണ്ടി കാണിക്കും. ആ പാർട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന വകുപ്പ് ഏറ്റെടുക്കാനുള്ള തന്റെ ഇടം ഉമ്മൻചാണ്ടി ഒന്ന് കാണിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വന്നതോടെ UDF പ്രശ്നങ്ങളും കോൺഗ്രസിലെ പ്രശ്നങ്ങളും ഉയർന്നതാണെന്ന് കൂടുതൽ കുഴപ്പത്തിലേക്കാണല്ലോ ഇപ്പൊ കാണുന്നത്. ഞാൻ പറയുന്നില്ല. കേരള കോൺഗ്രസിന് തന്നിരിക്കുന്ന വകുപ്പിൽ തൊട്ടത് വഞ്ചനയും ചതിയും പിന്നെ അധാർമികവുമായ കാര്യമാണ്. ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ പതിവായി മുടങ്ങുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. കാവാലത്ത് നിന്ന് ആലപ്പുഴയ്ക്കുള്ള സൂപ്പർ എക്സ്പ്രസ് ബോട്ടുകൾ സർവീസ് നിർത്തിയിട്ട് 6 ദിവസം പിന്നിടുന്നു.
ദിവസേന നൂറുകണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരും ബോട്ട് കാത്തു നിന്നിരുന്ന കാവാലം കൃഷ്ണപുരത്തെ ബോട്ട് ജെട്ടിയാണിത്. ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ സ്ഥിരമായി മുടങ്ങാൻ തുടങ്ങിയതോടെ ഈ ബോട്ട് ജെട്ടിയും അനാഥമായി. യാത്രക്കാർ ദുരിതത്തിലും. കാവാലത്ത് നിന്ന് ആലപ്പുഴയ്ക്കുള്ള സൂപ്പർ എക്സ്പ്രസ് ബോട്ടുകൾ സർവീസ് നിർത്തിയതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. സൂപ്പർ എക്സ്പ്രസ് ബോട്ടുകൾ 5 ദിവസമായി സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. ഇതോടെ മണിക്കൂറുകൾ റോഡ് മാർഗം സഞ്ചരിച്ച് വേണം കാവാലം സ്വദേശികൾക്ക് ഇപ്പോൾ ആലപ്പുഴയിലെത്താൻ. വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗികളും ഈ ബോട്ടിനെയാണ് ആശ്രയിച്ചിരുന്നത്. 3-4 ബസ്സുകൾ കയറിയിറങ്ങിയാണ് പലരും ഇപ്പോൾ ആലപ്പുഴയിലെത്തുന്നത്. ഓർഡിനറി ബോട്ടുണ്ടെങ്കിലും ഇതും കൃത്യസമയം പാലിക്കാത്തതിനാൽ പ്രദേശവാസികൾക്ക് ആശ്രയിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. ജല അതോറിറ്റി അധികൃതരോട് പരാതിപ്പെടുമ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് കൈയൊഴിയുകയാണ് ചെയ്യുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ചെറുകായൽ, സി ബ്ലോക്ക്, പുത്തനാറായിരം, മതികായൽ, മൂല 6000, മാണിക്യമംഗലം തുടങ്ങി വിവിധ പാടശേഖരങ്ങളുടെ ചിറയിൽ താമസിക്കുന്നവരെ ബാഹ്യലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരേയൊരു യാത്രാ ഉപാധിയാണ് ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് സർവീസുകൾ. രാവിലത്തെ ബോട്ട് സർവീസ് മുടങ്ങിയാൽ വിദ്യാർത്ഥികളുടെ അന്നത്തെ പഠിത്തം അതോടെ അവസാനിക്കുകയാണ്. ജലഗതാഗത വകുപ്പിനെയും അതിനെ ആശ്രയിക്കുന്ന ഇന്നാട്ടുകാരെയും ദൈവത്തിന്റെ സ്വന്തം കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് KCV വാർത്തകൾക്ക് വേണ്ടി ക്യാമറാമാൻ വിനോദ് കൈനകരിക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ. നമ്മുടെ നാടിന്റെ ടൂറിസം സാധ്യതകൾ കൂടുതലായി പ്രയോജനപ്പെടുത്തണമെന്ന് മിസോറാം ഗവർണർ വക്കം പുരുഷോത്തമൻ പറഞ്ഞു. ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിന്റെ സമാപന സമ്മേളനവും പുതുവത്സരാഘോഷങ്ങളും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മറ്റു പല സ്ഥലങ്ങളെയും അപേക്ഷിച്ച് പ്രകൃതി സൌന്ദര്യം നിറഞ്ഞ നാടാണ് നമ്മുടേത്. അത് കൂടുതലായി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ ടൂറിസം മേഖലയുടെ വികാസത്തിനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നേട്ടത്തിനും വഴിയൊരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മരുന്നുകളുടെ അമിത വില കൊണ്ട് പൊറുതിമുട്ടുന്ന സാധാരണ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്ന കാരുണ്യ ഫാർമസികൾ വലിയ ആശ്വാസമാണെന്നും എല്ലാ സർക്കാർ ആശുപത്രികളിലും കാരുണ്യയുടെ സേവനമെത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പുതുതായി ആരംഭിക്കുന്ന കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയുടെ കെട്ടിട നിർമ്മാണോദ്ഘാടനം നടത്തുകയായിരുന്നു അദ്ദേഹം. ആശുപത്രിയിൽ പുതിയ ജനറേറ്റർ സംവിധാനം ഉടൻ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. നഗരസഭാധ്യക്ഷ സൈറ നുജുമുദ്ദീൻ അധ്യക്ഷയായ ചടങ്ങിൽ കൌൺസിലർമാരായ K പുഷ്പദാസ്, ജലീല സക്കീർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനു എന്നിവർ സംബന്ധിച്ചു. വാസയോഗ്യമായ വീടില്ലാത്ത ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പട്ടികജാതി കുടുംബങ്ങൾക്ക് 2013-14 ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. മുൻ വർഷങ്ങളിൽ പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് ഭൂമി ലഭിച്ചവരോ അല്ലെങ്കിൽ സ്വന്തമായി ഭൂമിയുള്ളവരോ ഇതേ ആവശ്യത്തിന് മറ്റു വകുപ്പുകളിൽ നിന്ന് ധനസഹായം ലഭിക്കാത്തവരോ ആയിരിക്കണം അപേക്ഷകർ. ആവശ്യമായ രേഖകൾ സഹിതമുള്ള അപേക്ഷ ജനുവരി 10-നകം ബന്ധപ്പെട്ട ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. വിശദവിവരത്തിന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ബന്ധപ്പെടുക. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകനെ നിയമിക്കുന്നു. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജനുവരി 3-ന് രാവിലെ 11-ന് കൂടിക്കാഴ്ചയ്ക്ക് സ്കൂളിൽ ഹാജരാകണം. വിവിധ മേഖലകളിൽ മികച്ച നേട്ടം കൈവരിച്ച വനിതകളെ ആദരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ വനിതാ രത്നം പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. ലോക വനിതാ ദിനമായ മാർച്ച് 8-ന് അവാർഡ് നൽകും. കല, സാഹിത്യം, സാമൂഹിക സേവനം, ശാസ്ത്രം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഭരണ മികവ് എന്നീ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കാണ് അവാർഡ് നൽകുക. കാര്യമായ അസുഖങ്ങളുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളിൽ 90% മരിക്കുന്ന അവസ്ഥയാണ് ഉള്ളതെന്ന് G സുധാകരൻ MLA. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സ്ഥിതി അത്ര ദയനീയമാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തോ മറ്റ് സംഘടനകളോ ഇതേക്കുറിച്ച് അന്വേഷിക്കുന്ന പോലുമില്ലെന്നും G സുധാകരൻ കുറ്റപ്പെടുത്തി. കാരുണ്യ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് TN സീമ MPയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരുപാട് സംഘടനകളുണ്ട്, അവരാരും അന്വേഷിക്കുന്നില്ല. അത്ര സംഘടന എവിടെയാണ്? ശാസ്ത്രസാഹിത്യ പരിഷത്തുകാർ കൂടി ഒന്നും അന്വേഷിക്കാനില്ല. പൊതു പ്രസ്താവന നടക്കണം. പൊതുവെ ഓരോ പ്രസ്താവന പ്രോജക്ട് വസ്തുതകളിലേക്ക് വരുന്നില്ലല്ലോ. അവരെക്കാൾ വസ്തുതകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾ ശാസ്ത്രവും സാഹിത്യകാരനും ശാസ്ത്രജ്ഞനൊന്നും അല്ലെങ്കിൽ അവർ മനസ്സിലാക്കണം, സെൻസ് എടുക്കണം. 90% മരിച്ചിരിക്കുക. അല്ലെങ്കിൽ കൈരണിയൊക്കെ ചില ഫീച്ചർ കൊടുത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങളൊക്കെ അത് പങ്കെടുത്തിരുന്നു. വേറെ ടെലിവിഷൻകാരെ കൊടുത്തിരുന്നു. ഇവിടുത്തെ പത്രം, അതായത് പ്രിന്റ് മീഡിയ ഒരെണ്ണം പോലെ ഇതേപ്പറ്റി സ്റ്റഡി ചെയ്തില്ല. ഒറ്റ പ്രിന്റ് മീഡിയ സ്റ്റഡി ചെയ്തിട്ടില്ല. ഒരൊറ്റ എണ്ണം. കടപ്പുറം ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ PP ചിത്തരഞ്ജൻ അധ്യക്ഷനായി. ജില്ലാ കളക്ടർ N പത്മകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയന മാസിഡോ, B അൻസാരി, ഡോക്ടർ സഫിയ ബീവി, ഡോക്ടർ ഉഷാദേവി തുടങ്ങിയവർ സംസാരിച്ചു.
കോട്ടയം ജില്ലയിൽ സെപ്റ്റംബർ വരെ മുൻഗണനാ വായ്പയായി 2151.89 കോടി രൂപ നൽകി. ഈ വർഷം ലക്ഷ്യമിട്ടതിന്റെ 32%. കാർഷിക വായ്പയായി 1157 കോടി രൂപയും വിദ്യാഭ്യാസ വായ്പയായി 37.14 കോടി രൂപയും ഈ കാലയളവിൽ അനുവദിച്ചു. ഹോട്ടൽ ഐഡിയയിൽ നടന്ന ജില്ലാതല ബാങ്കിംഗ് അവലോകന യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിൽ കോട്ടയം ജില്ലയിൽ മൊബൈൽ ലബോറട്ടറി സജ്ജമാക്കുന്നതിനായി ആവശ്യമായ ഉപകരണങ്ങളും കെമിക്കലുകളും ലഭ്യമാക്കുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. അവസാന തീയതി ജനുവരി 4. വിശദവിവരങ്ങൾക്ക് ക്ഷീരവികസന വകുപ്പ് ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ഓഫീസുമായി ബന്ധപ്പെടണം. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. വിവരാവകാശ നിയമത്തിൻ കീഴിൽ രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടുത്തണമെന്ന് ഗാന്ധിയൻ ദർശനവേദി ചെയർമാൻ ബേബി പാറക്കാടൻ പറഞ്ഞു. ഗാന്ധിയൻ ദർശനവേദി കളർകോട് യൂണിറ്റ് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വന്നതിന്റെ പിതൃത്വം NSSനല്ലെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഭൂരിപക്ഷ സമുദായത്തെ പ്രതിനിധീകരിക്കാൻ അധികാരത്തിന്റെ താക്കോൽ സ്ഥാനത്ത് ഒരാൾ വരേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ അത് രമേശ് ചെന്നിത്തലയാവണമെന്ന് തീരുമാനിച്ചതിന്റെ പിന്നിൽ NSS അല്ല. മന്നം ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ നേരത്തെ പറഞ്ഞത് കോൺഗ്രസ് ശക്തിപ്പെടണം. കോൺഗ്രസിനകത്ത് 2 ഗ്രൂപ്പുണ്ട്. അത് ആ ഗ്രൂപ്പ് ആണ് അവർ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്നത്. അത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ താക്കോൽ സ്ഥാനത്ത് മറ്റേ ഗ്രൂപ്പിൽ നിന്ന് പ്രതിനിധിച്ചുകൊണ്ട് ഒരാൾ വരുന്നത് നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം എല്ലാവരും പറഞ്ഞാണ്. ആ കൂട്ടത്തിൽ NSSും പറഞ്ഞു. അത് ഇന്നാരായിരിക്കണം എന്നുള്ളതല്ല, അത് പറഞ്ഞത് കേന്ദ്രം തന്നെ, കേന്ദ്രത്തിന്റെ പ്രതിപക്ഷന്മാർ തന്നെയാണ് അങ്ങനെ ചെയ്യാവുന്നത്. ഒടുവിൽ അങ്ങനെ പറഞ്ഞിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത്. കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF അധികാരത്തിൽ കയറാൻ NSS പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പ്രാവശ്യം. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ 5 വർഷവും മാന്യമായി ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കൊള്ളാമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഭരണത്തിൽ മൊത്തത്തിൽ തൃപ്തിയുണ്ട്. ഇത് മാത്രമല്ലാതെ ജനങ്ങളുടെ കാര്യങ്ങൾ തൃപ്തിയും അതൃപ്തിയും. ഈ പറഞ്ഞ പോലെ സർക്കാരിന്റെ കാര്യത്തിൽ തൃപ്തിയും അതൃപ്തിയും ഉണ്ടെന്ന് പറഞ്ഞു. ഏത് മേഖലയാണ് മേഖലയാണ് പ്രധാനം? അതൃപ്തിയുള്ള മേഖല
UDFനെ അധികാരത്തിലെത്തിക്കാൻ NSSന് ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. നിലവിലെ ഭരണത്തിൽ തൃപ്തിയും അതൃപ്തിയുമുണ്ട്. അതൃപ്തി പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന കരിയർ ഗൈഡൻസ് പദ്ധതി ഇൻസ്പയറിന്റെ ജില്ലാതല ഉദ്ഘാടനം മണർകാട് ഇൻഫന്റ്സ് ജീസസ് സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി നിർവഹിച്ചു. പത്തനംതിട്ട റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ജനുവരി 6 മുതൽ 9 വരെ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് നഗറിൽ നടക്കും. വെണ്ണിക്കുളം സെന്റ് ബെഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ, MDLPS, സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം UPS എന്നിവിടങ്ങളിലെ 9 വേദികളിലായി നടക്കുന്ന കലാമത്സരങ്ങളിൽ UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 4000-ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കും. പാചകവാതകത്തിന് സബ്സിഡി ലഭിക്കാൻ ആധാർ നിർബന്ധമാക്കുന്നതിനുള്ള സമയപരിധി നീട്ടാൻ സാധ്യത. ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകൾ ആധാർ നമ്പരുമായി ബന്ധപ്പെടുത്തുന്ന നടപടികൾ പൂർണ്ണമായിട്ടില്ലെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പെട്രോളിയം മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സമയപരിധി നീട്ടുന്നത് മന്ത്രാലയം പരിഗണിക്കുക. ഇക്കാര്യത്തിൽ ബുധനാഴ്ച തീരുമാനത്തിന് സാധ്യതയുണ്ടെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ആധാർ നിർബന്ധമാക്കരുതെന്ന് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആധാറിന് നിയമപരമായ പിൻബലമില്ലാത്ത പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ഒരു പദ്ധതിക്കും ആധാർ കാർഡ് നിർബന്ധമാക്കരുതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. കേസിന് അന്തിമ തീർപ്പ് ആയിട്ടുമില്ല. കോടതി ഉത്തരവിനെ ലംഘിച്ചാണ് ഇപ്പോൾ എണ്ണ കമ്പനികൾ സബ്സിഡിക്ക് ആധാർ നിർബന്ധമാക്കിയിരിക്കുന്നത്. മകരവിളക്ക് ഉത്സവത്തിന് സന്നിധാനമൊരുങ്ങി. മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്നതോടെ തീർത്ഥാടകരുടെ ഒഴുക്കാരംഭിച്ചു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് തീർത്ഥാടകരിൽ ഭൂരിഭാഗവും. ജനുവരി 14-നാണ് മകരവിളക്ക്. തീർത്ഥാടക തിരക്ക് വർദ്ധിച്ചതോടെ ശബരിമല, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കി. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി 1855 പോലീസുകാരെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന തീർത്ഥാടകർക്ക് അപ്പാച്ചിമേട്, നീലിമല എന്നിവിടങ്ങളിൽ പ്രഥമ ശുശ്രൂഷ നൽകും. ശബരിമലയിലെയും പമ്പയിലെയും ഹോട്ടലുകളിൽ ഭക്ഷണവില ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷിലും എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തും. പമ്പ മുതൽ സന്നിധാനം വരെ ഭിക്ഷാടനം നിരോധിച്ചിട്ടുണ്ട്. മോഷണം തടയുന്നതിന് ഷാഡോ പോലീസിനെ നിയോഗിച്ചു. പുല്ലുമേട്, ഹിൽടോപ്പ് എന്നിവിടങ്ങളിൽ അടിസ്ഥാന സൌകര്യങ്ങളും വിപുലമാക്കി. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം ഓഫീസ്, തൊഴിലുറപ്പ് ജോയിന്റ് പ്രോഗ്രാം ഓഫീസറുടെ കാര്യാലയം എന്നിവയോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ച ഓംബുഡ്സ്മാൻ ഓഫീസ് കോന്നി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി. ജോൺ കുട്ടിത്തരകനാണ് ജില്ലയിലെ ഓംബുഡ്സ്മാൻ. ചരമവാർത്തകൾ. കിടങ്ങറ പോത്തശ്ശേരി ഭാസ്കരൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 10-ന് വീട്ടുവളപ്പിൽ. കാവാലം വടക്കം മട്ടാഞ്ചേരിയിൽ ജോയിച്ചൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 2-ന് കാവാലം ലിസ്യു ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. ാമത് മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് ഉജ്ജ്വല തുടക്കം. രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനം ഒടുക്കത്തിന്റെ തുടക്കമാണെന്ന് ആർ ബാലകൃഷ്ണപിള്ള. ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ തിരുനക്കര തന്നെ. കാവാലത്തുകാർ കഷ്ടത്തിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.